ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രവിഷ്ണുവിനെയും കൂട്ടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അവരുടെ നെയിം ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് പറയണം. അത് കണ്ടും കൊണ്ടാണ് പ്രേമ വരുന്നത്. അപ്പോൾ പ്രേമ എന്താണ് അവോട് ഇനി കണ്ണി കണ്ടവരെയും വിളിച്ച് ഇവിടേക്ക് വരുന്നത്? അതെ, ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ നെയിം ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചതാണ്. നിൻ്റെ നെയിം ബോർഡോ? ഈ വീട്ടിൽ സിദ്ധുവിൻ്റെ നെയിം ബോർഡ് മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ നിൻ്റെയും നിൻ്റെ കണ്ണി കണ്ടവരുടെയും ഒന്നും ഉണ്ടാവില്ല. അത് പറയാൻ നിങ്ങൾ ആരാ? ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താകുന്നത് വരെ ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കൂടുതൽ വിളച്ചിലെടുത്താലേ കരിക്കരിയുന്ന കത്തി അകത്തുണ്ട്, അത് വെച്ച് നിൻ്റെ പള്ളക്കങ്ങ് കയറ്റും. ആ കത്തി വെച്ച് നിങ്ങൾക്കും തിരിച്ച് എനിക്ക് പണി തരാൻ അറിയാം. നിങ്ങളുടെ ദേഹത്തു നിന്നും ചോര വരുത്താനും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവർ ബഹളം വെക്കുന്ന സമയത്താണ് രംഗം പുറത്തേക്ക് വരുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ അവളുടെ നെയിം ബോർഡ് വെക്കണം പോലും. ഇവളുടെ നെയിം ബോർഡൊന്നും ഇവിടെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വിഷ്ണു പറയണേ, ഇനിയിപ്പോൾ പ്രശ്നമുണ്ടാക്കണ്ട, നമ്മുടെ നെയിം ബോർഡൊന്നും ഇവിടെ വെക്കേണ്ട, നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ വെക്കാം. അത് തന്നെയാണ് നല്ലത്, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾ ഇത്രയ്ക്ക് അഹങ്കരിക്കൊന്നും വേണ്ട. ഈ ഓണക്ക വീടിനേക്കാളും വലിയൊരു വീട് തന്നെ ഞാൻ വെക്കും. എന്നിട്ട് അവിടെ എൻ്റെ നെയിം ബോർഡും വെക്കും. അത് കാണാൻ നിങ്ങൾ അങ്ങ് വന്നാൽ മതി. അത് കാണാനേ ഞാൻ എൻ്റെ പട്ടിയെ പറഞ്ഞു വിട്ടോളാം. അപ്പോൾ ചന്ദ്ര, ഈ നിൽക്കുന്ന ആളായിരിക്കുമല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച ആ പട്ടി? നിനക്ക് അങ്ങനെ തോന്നുമെന്നുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ഉണ്ടായിരുന്നല്ലോ ഒരു പോലീസ് ഡോഗ്, അതിൻ്റെ ഓർമ്മയിലായിരിക്കും നീ ഇതൊക്കെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. എന്നിട്ട് പ്രേമയുടെ കഴുത്തിൽ കയറി പിടിക്കാട്ടോ. അപ്പോൾ തിരിച്ചും പ്രേമയും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിഷ്ണു ചന്ദ്രയെയും മാറ്റുകയാണ്, രംഗൻ പ്രേമയെയും മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അച്ഛനെ നിങ്ങൾ പട്ടി എന്ന് വിളിച്ചില്ലേ, നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നമുക്ക് കാണാൻ വേണ്ടി. അപ്പോഴത്തേക്കും വിഷ്ണു ചന്ദ്രയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഒരു മുത്തശ്ശി പാർവതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ചൊറിച്ചിൽ കഴുത്തിലും കയ്യിലൊക്കെ വല്ലാത്തൊരു ചൊറിച്ചിലാണ്. അത് അമ്മയെ വല്ല പുഴുവും കടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തായാലും അമ്മയ്ക്ക് ചായ വേണം. നീ മധുരമില്ലാതെ ഒരു ചായ എടുത്തുകൊണ്ട് വാ. അല്ല പാർവതി, ദേവിക പറയുന്നത് കേട്ടല്ലോ, ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ തുടങ്ങിയെന്ന്. ഇതിപ്പോൾ വലിയ കുഴപ്പമാകുമോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും വരില്ല. അത് റൂബിയുടെയും നടേശൻ്റെയും കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനല്ലേ. അതല്ല പാർവതി, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സ്വസ്ഥതക്കേട്. മൊത്തത്തിൽ എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. സന്തോഷം ഉണ്ടാവില്ല അമ്മ. ആദ്യം സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആ ദേവികയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എന്നാൽ മാത്രമാണ് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയും. അപ്പോൾ മുത്തശ്ശി പറയണേ, കല്യാണമെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നിത്യയുടെയും ശരത്തിൻ്റെയും കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ അത് തന്നെ വലിയൊരു ആശ്വാസമായെന്നെ. പ്രഭാവതിക്കാണെങ്കിലും ഇപ്പോൾ പഴയ സ്നേഹമൊന്നും നമ്മളോടില്ല. ഇനിയിപ്പോൾ ശരത്ത് കൂടി അതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്താവും? എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? നിത്യമോള് മനോഹരൻ്റെ പോലെയാണ്. അവൾ ഒരു തീരുമാനമെടുത്താൽ മനോഹരൻ്റെ പോലെ അവൾ അതിൽ നിന്നും പിന്മാറില്ല. ശരത്തിനെ അവൾ ഇനി കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പാർവതി പറയാണ്, അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ ജീവിതകാലം മുഴുവനും മൂത്ത് നരച്ച് ഇരിക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം ശരത്തുമായിട്ടുള്ള ബന്ധം. ഈ കല്യാണം നടക്കാതെ പോയാലേ ഞാൻ ആ ദേവിയെ കൊന്നിട്ട് ജയിലിൽ പോവും. ഇതിനൊക്കെ കാരണക്കാരി അവളല്ലേ. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ വെറുതെ കാട് കയറി ചിന്തിക്കാതെ. വീണ്ടും മുത്തശ്ശി കൈയും കഴുത്തൊക്കെ വീണ്ടും ചൊറിയുകയാണ്. അപ്പോൾ പാർവതി ചോദിച്ചു, അല്ല അമ്മേ, വല്ല ഓയിൽമെൻറ്റ് എന്തെങ്കിലും വേണോ? വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ട, ഇത് തനിയെ മാറുമോ എന്ന് നോക്കട്ടെ. നീ ആദ്യം കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ എന്നും പറഞ്ഞ് പാർവതിയെ പറഞ്ഞു വിടാൻ. ഇപ്പോൾ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. എൻ്റെ കഴുത്തിലുള്ളതും കയ്യിലുള്ളതും റോൾഡ് ഗോൾഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ചൊറിച്ചിൽ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. പ്രഭാവതി പറ്റിച്ചു പോയി എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. സ്വർണം കൊണ്ട് പ്രഭാവതി പോയി, റോൾഡ് ഗോൾഡ് ആണ് എൻ്റെ കഴുത്തിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവാതെയാണ് മുത്തശ്ശി ഇരിക്കുന്നത്. പിന്നീട് അക്ഷരം വീട്ടിലേക്ക് വിഷ്ണുവും ചന്ദ്രയും കൂടി വരികയാണ്. ഓഫീസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ജയശങ്കറിനോട് പറയാണ്. അപ്പോൾ ഇവിടെ നാട്ടിലുള്ള എല്ലാ പ്രമാണിമാരെയും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ പറയണേ, ഞാനിപ്പോൾ അത്രയ്ക്ക് വലിയ പ്രമാണിയൊന്നുമല്ലല്ലോ, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയല്ല, സാറ് കൂടി വരണം. അങ്ങനെ വിഷ്ണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജയശങ്കർ ചോദിച്ചറിയണം. ഡിഗ്രി മാത്രമേ ഉള്ളൂ അതോ എല്ലാം കൂടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രയെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ വിഷ്ണു LLB കൂടെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ആരെ കൂടെയാണ് ഇതുവരെ പ്രാക്ടീസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു അങ്ങ് പതർച്ചയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു പറയണേ, ഇല്ല, ഞാൻ ആരെ കൂടെയും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ തനിച്ചാണ് ഇതുവരെ എല്ലാം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. തനിച്ചോ? അപ്പോൾ ചന്ദ്ര പറയണ, അതെ സാർ, ഇവൻ ആൾ മിടുക്കനാണ്. ഇവന് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വലിയൊരു വക്കീലായി മാറും, അത് ഉറപ്പാണ്. ഇനി സാറിന് വല്ല കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ കാഞ്ചന പറയണ, അത് ഞങ്ങൾ എല്ലാ കേസുകളും കാര്യങ്ങളും കൊടുക്കാറുള്ളത് സിദ്ധു വക്കീലിനാണ്. അപ്പോൾ ജയശങ്കർ പറയണ, അത് പണ്ടല്ലേ, ഇനിയുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അങ്ങനെ അവർക്ക് സപ്പോർട്ടായി സംസാരിച്ചിട്ടാണ് ജയശങ്കർ വിഷ്ണുവിനെയും ചന്ദ്ര
ചന്ദ്രയും പറഞ്ഞു വിടുന്നത്. അപ്പോൾ ചന്ദ്ര വിഷ്ണുവിനോട് പറഞ്ഞു കൊടുക്കണേ ഇയാളൊരു കില്ലാടിയായിരുന്നു, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഇനി അയാൾക്ക് ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് കൂടി ഗുണം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്കൊക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടി പോകുന്നത്. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് ശരത്തും പാർവതിയും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, നാളെയാണ് ചന്ദ്രയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നല്ല കാര്യം നടക്കുന്നിടത്ത് ക്ഷണിച്ചില്ലെങ്കിലും വരാമല്ലോ എന്ന് ദേവിക പറയണം. അപ്പോൾ പാർവതി പറയാൻ, നീ വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, അതിന് ആര് വരുന്നു എന്നപ്പോൾ ദേവിക പറയാട്ടോ. എന്നിട്ട് പറയണേ, എനിക്ക് അവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ മനോഹരേട്ടൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദേവിക പറയണേ, അതിനെന്താ, അമ്മയ്ക്ക് പോവാം, അച്ഛൻ്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അച്ഛനെ ഞാൻ നോക്കിക്കോളാം. അല്ല, ശരത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആ ചന്ദ്ര മാത്രമാണ് ഉണ്ടായത്, ശരത്തിനൊരു വീഴ്ച സംഭവിച്ചവളെ അതെല്ലാവരും ആഘോഷിക്കാനല്ലേ നിന്നത് എന്ന് ദേവിക അർത്ഥം വെച്ചുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ ദേവിക കളിയാക്കിയിട്ട് പറയണേ, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊന്നും അല്ലല്ലോ വീണത്, കൊലപാതകം ചെയ്തിട്ടല്ലേ അകത്ത് പോയത്. അയ്യോ ദേവിക, അങ്ങനെ പറയരുത്, ഞാൻ ആരെയും ഇതുവരെയും കൊന്നിട്ടില്ല, എന്തിന് എൻ്റെ ദേഹത്ത് ഒരു കൊതുക് വന്നാൽ പോലും ഞാൻ അതിനെ കൊല്ലാതെ ഓടിച്ചു വിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ദേവിക വീണ്ടും പരിഹസിച്ചുകൊണ്ട് ശരത്തിനോട് പറയണ, അയ്യോ നീ ഇത്രയ്ക്ക് വലിയ ഗാന്ധിയനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, ഇനി അടുത്ത തവണ ഗാന്ധി ജയന്തി വരട്ടെ, ഇനി ആദരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടി പറയാം. ശരത്ത് തിരിച്ചും പറയണ, അയ്യോ എനിക്കൊരു ആദരവും വേണ്ടേ, എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അപ്പോൾ ദേവിക, അത് ശരിയാവില്ലല്ലോ, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് തിരിച്ചു വരും. അപ്പോൾ പാർവതി പറയണ, എന്തിനാണ് ശരത്തെ ഇവളോടൊക്കെ സംസാരിക്കുന്നത്, ഇവൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്നവളാണ്, ഇവളോടൊന്നും സംസാരിക്കേണ്ട. അപ്പോൾ ശരത്ത് പറയണ, എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല അമ്മേ, ഞാനൊരു പാവമാണ്, ഇവരിപ്പോൾ എന്നെ ജയിലിലാക്കി, എന്നിട്ടും ഇവരോട് തിരിച്ചടിക്കണമെന്നൊന്നും എനിക്കൊരു ചിന്തയും ഇല്ലല്ലോ, ഞാൻ വെറും ഒരു പാവമാണ്, പക്ഷേ ഇവർക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദേവിക പറയണ, എനിക്ക് മാത്രമല്ല പോലീസിനും അതൊന്നും മനസ്സിലായിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത് തന്നെ കോടതിക്കും അതൊന്നും മനസ്സിലാവില്ല, അപ്പോൾ പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ജയിലിൽ അങ്ങ് താമസിക്കാം. അപ്പോൾ ശരത്ത് പറയണ, എനിക്ക് ആ വക പേടിയൊന്നുമില്ല, ഞാൻ ജയിലിൽ കഴിയേണ്ടി വരില്ല, കാരണം നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഓഫീസില്ലേ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്നെ കാര്യങ്ങളൊക്കെ വാദിക്കാനും എല്ലാം തന്നെ ചന്ദ്രയും വിഷ്ണുവുമുണ്ട്, അതാണ് എനിക്കിനി ഒരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ, ആണോ നിനക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ, എങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞ് അർത്ഥം വെച്ചുകൊണ്ടാണ് കേട്ടോ ദേവിക അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചന്ദ്ര വരികയാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ, ഇത് പാടത്ത് കൊണ്ടുപോയി കോലം കുത്തി വെക്കാൻ പറ്റുമെന്ന് പറയട്ടോ. എന്തായാലും സിദ്ധുവേട്ടൻ വരുന്നില്ലേ, ഇന്ന് എൻ്റെ ഓഫീസ് ഉദ്ഘാടനമല്ലേ, സിദ്ധുവേട്ടൻ വരുന്നില്ല, അയ്യോ ഞാൻ വരുന്നില്ല, നിന്നോടൊപ്പം എന്തായാലും വരുന്നില്ല, എന്തായാലും ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, എനിക്കതൊക്കെ ഒന്ന് കാണാമല്ലോ, എങ്കിൽ ആ ദേവിയെ കൂടി വിളിച്ചോ, ഞാൻ ഉയർച്ചയിലെത്തുന്നത് അവൾ കൂടി ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ അത് വേണം, അവൾ കൂടി കാണണം, ഞാൻ ഉയർച്ചയിലെത്തി നല്ലൊരു സ്ഥാനത്തെത്തുന്നത് അവൾ കൂടി കാണണം, അതിനു വേണ്ടിയാണ്. പിന്നെ തിരി കൊളുത്തുന്ന ചടങ്ങുണ്ട്, എത്ര തിരിയാണ് വെക്കുന്നത് എന്നൊന്നും അറിയില്ല, എല്ലാ പ്രമാണിമാരും വന്ന് ആ തിരി കൊളുത്തിയ ശേഷം ബാക്കി ഉണ്ടെങ്കിൽ സിദ്ധുവേട്ടനും കൂടി കത്തിക്കണം. അയ്യോ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, അതെന്താ നെഗറ്റീവ് പറയാനാണോ ഉദ്ദേശിച്ചത്, അല്ല എല്ലാ തിരിയും കത്തിച്ചിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ പിന്നെ എനിക്കതിന് കത്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കരുതി നെഗറ്റീവ് പറയാൻ വരികയാണെന്നുള്ളത്. അങ്ങനെ സിദ്ധുവും തിരിച്ച് അർത്ഥം വെച്ചുകൊണ്ടാണ്, നിൻ്റെ ഓഫീസ് ഉദ്ഘാടനം നടക്കാൻ പോകുന്നില്ല, അതൊക്കെ കുളമാവും എന്നുള്ള ഭാവത്തിലാണ് സിദ്ധു ചന്ദ്രയോട് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഉദ്ഘാടനം നടക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഓഫീസിലേക്ക് പോകുന്നത്. പിന്നീട് ജയശങ്കർ സ്വാമിയെ വിളിക്കുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവേണ്ടതുണ്ട്, നീ സ്വാമി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. അപ്പോൾ അവിടേക്ക് അക്ഷര വരികയാണ്, അച്ഛനിപ്പോൾ എവിടേക്കാണ് പോകുന്നത്, ഞാനോ, എന്നെ ആ ചന്ദ്ര ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്, അവൾ വന്ന് വിളിച്ചിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ല, വേണ്ട അച്ഛ അവിടേക്ക് പോവണ്ട, സിദ്ധുവിന് അതൊന്നും ഇഷ്ടപ്പെടില്ല, സിദ്ധുവിനെ ഇഷ്ടം എന്തിനാണ് ഞാൻ നോക്കുന്നത്, അവൾ എന്നെ ഇവിടെ വന്ന് വിളിച്ചു, അപ്പം ഞാൻ എന്തായാലും പോവും, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാൻ ജീവിക്കേണ്ടത്, അങ്ങനെയല്ല, അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ടൊന്നുമല്ല ജീവിക്കുന്നത്, അവർ തമ്മിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നീ അതിൽ ഇടപെടേണ്ട എന്ന് ജയശങ്കർ പറയട്ടെ. അതല്ല അച്ഛ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ കൂടുതൽ സംസാരിക്കേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുക, ശരിയും തെറ്റും കണ്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും, പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അങ്ങനെയല്ല ഡാഡി, ഭാര്യയും ഭർത്താവുമായിട്ടല്ല അവർ ജീവിക്കുന്നത്, അവർ രണ്ടും രണ്ട് മുറിയിലായിട്ടാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ എന്ന് കരുതിയിട്ട് ഭാര്യയും ഭർത്താവും ആവാതിരിക്കില്ലല്ലോ, എന്ത് തന്നെ പറഞ്ഞാലും ശരി ഞാൻ ആ ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറഞ്ഞ് ജയശങ്കർ അക്ഷര പറയുന്ന വാക്ക് കേൾക്കാതെ സ്വാമിയോടൊപ്പം പോവാൻ നിൽക്കണം.
അപ്പോൾ വിവരമറിഞ്ഞ ജയശങ്കറിൻ്റെ അടുത്തേക്ക് നിരഞ്ജൻ വന്ന് പറയണം, സാറ് ചന്ദ്രയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോവരുത്, കാരണം സിദ്ധു അറിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കൂടി നാണക്കേടാണ്. അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അറിയാതെയാണ് സാറ് ഉദ്ഘാടനത്തിന് പോകാൻ നിൽക്കുന്നത്. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിരഞ്ജൻ, ഞാൻ എന്തായാലും പോവും, എന്നെ വന്ന് വിളിച്ചതാണ്. അപ്പോൾ തങ്കച്ചി വന്ന് വിളിച്ചാലും സാറ് പോവും. തങ്കച്ചിയെ പോലെയല്ലോ ചന്ദ്ര, അതുകൊണ്ട് ഞാൻ പോവും. അങ്ങനെ സാറ് പോവാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും ഒരു തീരുമാനമെടുക്കാനുണ്ട്. ഞാനും അക്ഷരയും പിന്നെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും താമസിക്കില്ല. എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ ഭീഷണിപ്പെടുത്തിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതാണ്. ഞങ്ങൾ പിന്നെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് പറഞ്ഞ് നിരജ പോവാൻ കേട്ടോ. അപ്പോൾ ജയശങ്കർ ഇവരിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കണം. ഇവിടെ ചന്ദ്രയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോവാൻ നിൽക്കുകയാണ് പാർവതി. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഉമ്മറത്തിരുന്നുകൊണ്ട് കഴുത്തും കൈയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതൊരു കുറവുമില്ലേ? ഇല്ല, ഇത് എന്നെ കൊണ്ടാണ് എന്ന് തോന്നുന്നു. ഇത് ബാധയാണ്. ബാധയോ? അതെ, അവളെ ബാധ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള പ്രതിവിധി കൂടി അന്ന് ആ ജോത്സ്യരെ കണ്ട് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ആ ബാധ അങ്ങ് എന്നേക്കുമായി ഒഴിപ്പിക്കായിരുന്നു. അത് കേട്ടും കൊണ്ടാണ് ദേവിക വരുന്നത്. മുത്തശ്ശിയുടെ ആ ധാരണ തെറ്റി. ഒരിക്കലും ഈ വീട്ടിൽ നിന്നും ആ ബാധ ഒഴിഞ്ഞു പോവില്ല. ഇത് ഏത് ഡോക്ടറെ കാണിച്ചിട്ടും കാര്യമില്ല, ജോത്സ്യരെ കാണിച്ചിട്ടും കാര്യമില്ല, ബാധ ഒഴിഞ്ഞു പോവാനും പോകുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഇനി ചന്ദ്രയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് എല്ലാവരും കൂടി പോവുകയാണ്. വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഇനി അടുത്തത് വരാനുള്ളത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.